ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിങ്കൾ ഗാർഡൻസിൻ്റെ കുറച്ചേറെ പ്ലാന്റ്സ് നല്ല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അതായത് ഈ ഹെലിക്കോണിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിൽ നല്ല തിക്കായിട്ട് വളരുന്ന ഒരു ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. ഇത് ഫ്ലവർ ഇടാറാകുമ്പോഴത്തേക്കും ഈ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു റെഡ് കളറ്, ഇത് കണ്ടില്ലേ, ഒരു മാർക്ക് പോലെ ഒരു ലൈൻ വരുന്നത്. ഇത് ഫ്ലവർ ആകുമ്പോഴാണ് ഈ റെഡ് കളർ വരുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ റെഡ് കളറായി കഴിയുമ്പോൾ, ഗ്രീൻ കളറിൽ നിന്നും റെഡ് കളറാകുമ്പോൾ ഫ്ലവർ ഇടാൻ തുടങ്ങും. നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഹെലിക്കോണിയ പ്ലാന്റാണ്. നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ മനോഹരമായ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഫ്ലവർ ഇട്ട് നിൽക്കുന്നത്. റെഡ് കളർ ലീഫ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ, അല്ലെങ്കിൽ ദാണ്ട ഇത് കണ്ടില്ലേ, ഗ്രീൻ കളർ കണ്ടില്ലേ, ഈ ഗ്രീൻ കളർ ഫ്ലവർ ഇടാറായി വരുന്നുണ്ട്. കണ്ടോ, വലിയ ഹൈറ്റ് ഒന്നും വരില്ല. നല്ല നമ്മുടെ ഈ ആന്തൂറിയം പ്ലാന്റൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ നല്ല ഹൈറ്റ് ഇല്ലാതെ തന്നെ ചെറിയ ഹൈറ്റേ ഉള്ളൂ. നല്ല ഹൈറ്റ് ഒന്നുമില്ല, ചെറിയതായിട്ട് വരുമ്പോഴേ തന്നെ ഫ്ലവർ ഇട്ട് വരുന്നതാണ്. ഓരോ തണ്ടിലും ഫ്ലവർ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഹൈബ്രിഡ് പ്ലാന്റാണ് ഈ ഹെലിക്കോണിയ. കാരണം ചെറുതിലേ തന്നെ ചെറിയ പ്ലാന്റായിട്ട് ലീഫ് ഗ്രീൻ കളറിൽ വന്നിട്ട് പിന്നെ ആ ലീഫിൽ നിന്നും റെഡ് കളർ വന്ന് നല്ല ഫ്ലവർ ഇട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ ഫ്ലവർ ഇടട്ടെ എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ വീഡിയോസിലൊന്നും ഇടാഞ്ഞത്. അന്നേരം ഒരാഴ്ച എനിക്ക് പനിയായിരുന്നു, ഇപ്പം കുറവുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ കാണിക്കാമെന്ന് കരുതിയത്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല കടച്ച പൈനാപ്പിൾ ഇല്ല, അതുപോലെ വയലറ്റ് കളറാണ്. നമുക്ക് എനിക്ക് പേര് ഞാനങ്ങ് മറന്നുപോയി. പേരറിയാവുന്നവർ കമൻ്റ് ഇട്ടോളൂ. ഇതിൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഇതുകൊണ്ട് ഗ്രീൻ കളർ വന്ന് റെഡ്, ഇപ്പം ഗ്രീൻ കളറാണ്, അതിന് ഫ്ലവർ ഇട്ട് നിൽക്കുമ്പോൾ റെഡ് കളർ വരുന്നത് ഹെലിക്കോണിയ. ഇത് നമ്മുടെ ബ്രോമേലിഡാസിൻ്റെ വയലറ്റാണ്. ഇതിപ്പോൾ നമുക്ക് സെയിലിനുണ്ട്. ഇതിൻ്റെ തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിലെ ഒരു തൈയാണ്. ഇതിപ്പോൾ 3 തൈയുണ്ട്. ഇതിൽ നിന്നും ഒരു തൈയാണ് നിങ്ങൾക്ക് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തരുന്നത്. ബ്രോമേലിഡാസിൻ്റെ നമുക്ക് 3-4 വെറൈറ്റീസ് ഉണ്ട്. വേരിഗേറ്റഡ് ഉണ്ട്, അതുപോലെ ഗ്രീൻ കളറുണ്ട്, അതുപോലെ നമുക്ക് കുറച്ചേറെ ഫ്ലവർ വരുന്നുണ്ട്. വയലറ്റ്, റെഡ്, അങ്ങനെയൊക്കെ ഫ്ലവർ വരുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ക്രോട്ടൺ വെറൈറ്റീസ് ഇപ്പം നമുക്കൊരു 20ഓളം ക്രോട്ടൺ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. 30ൻ്റെ ഉണ്ട്, 40ൻ്റെ ഉണ്ട്. 50, 60, 70, 100 ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് റേറ്റ് വരുന്നത് എല്ലാം നമുക്കിപ്പോൾ 30, 40 റേറ്റാണ്. ഇതൊക്കെ 40, കഴിഞ്ഞ പ്രാവശ്യം 50 എന്ന് വിറ്റത് എല്ലാം 40ആണ്. ഇതെല്ലാം 30, 40 എന്നാണ്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 20ൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, തീർന്നു. ഇതെല്ലാം നമുക്ക് 30, 40 റേറ്റ് വരുന്ന നല്ല റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് എല്ലാം ഉള്ളത്. ആപ്പിൾ ക്രോട്ടൺ എല്ലാം നമുക്ക് 30 രൂപയുള്ള ആപ്പിൾ ക്രോട്ടന് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഞാൻ എല്ലാവർക്കും, കുറേ പേർ നമ്മുടെ കയ്യിൽ നിന്ന് ക്രോട്ടൺ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുത്തത്. ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ അവർക്ക് അതുപോലെ ക്രോട്ടൺ വെറൈറ്റീസ് 20ഓളം ഇപ്പം നമുക്ക് സെയിലിനായിട്ടുണ്ട്. ആവശ്യമുള്ള സ്ക്രീനിൽ 30, 40 എന്നിട്ടിരിക്കുമ്പോൾ എനിക്കിത് എന്താണ് ഇങ്ങനെയെന്ന്, 30ൻ്റെയും 40ൻ്റെയും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുക്കുകയാണ്. പിന്നെ ഓരോന്നിനായിട്ടും എടുത്ത് പിന്നെ റേറ്റ് ഞാൻ ഇടണ്ടേ, അതുകൊണ്ടാണ്. അതുപോലെ ഏത് പ്ലാന്റാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഡ്രസീനിയ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഡ്രസീനിയ പ്ലാന്റ്സിൻ്റെയും 30ൻ്റെയും 40ൻ്റെയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റെഡ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. റെഡിൻ്റെ നമുക്കിനിയിപ്പം 2 തൈയേ ഉള്ളൂ അവൈലബിളായിട്ട്. റെഡെന്ന് പറയുമ്പോൾ പ്യുവർ റെഡ് വരുന്നത്. ഇതിൻ്റെയൊക്കെ നല്ല പിങ്ക് കളറായി വരുന്ന കണ്ടില്ലേ, പിങ്ക് കളറായി വന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പം വെയിലത്തോട്ട് വെച്ചതേ ഉള്ളൂ, ചെറിയ പിങ്ക് കളറായി വരുന്നുണ്ട്. ഇത് ഗ്രീനും പിങ്കും കൂടെ ഉള്ളതാണ്. ആ പിങ്ക് കളറ് ഇതാണ്ട്, ഇതാണ് ആ പിങ്ക് കളറ്. ഇപ്പം കണ്ടില്ലേ, കടും പിങ്കായി മാറിയുണ്ട്. നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നല്ല കടും പിങ്ക് കളറാവും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ചെറിയ ലീഫിൻ്റെത്, ഡ്രസീന വലിയ ലീഫിൻ്റെത്, മെറൂൺ കളറ്, ഇതൊക്കെ നമുക്ക് കുറച്ചേറെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്.
അതുപോലെ അഗ്ലോണിമയുടെയൊക്കെ സൺസൗകര്യ കുറേ വെറൈറ്റീസ്, അഗ്ലോണിമ സിൽവറിൻ്റെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ മരമുല്ലയുടെ ചെറിയ തൈകൾ നമുക്ക് 30-ൻ്റെ 40-ൻ്റെ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ അഗ്ലോണിമയുടെ സിൽവറും കുറച്ചേറെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എല്ലാം നല്ല റൂട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. എല്ലാം റൂട്ടഡാണ്. DTDC ചാർജ് ആകുന്നത് നിങ്ങൾ ആരും തന്നെയും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ്, വിലയുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്നതും. അതുപോലെ ഒരുപാട് പേര് എന്നോട് സീനികയുടെ തൈ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് സീനിക. ഞാൻ കുറച്ചേറെ തൈകൾ ഇതിന് മുമ്പും പാകി ഇങ്ങനെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ 3 സൈസ്, അതായത് മജന്ത, യെല്ലോ, റെഡ്, ഇതെല്ലാം നല്ല കളറുള്ള ഫ്ലവറിൻ്റെ അരി പാകി കിളിർത്താണ്. ഇതെല്ലാം നല്ല തൈയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ തൈ ഞാൻ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴിച്ചിട്ടതാണ്. ഇനി ഇത് കിളിർത്ത് ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ തൈ പാകിയിട്ട് ഞാൻ സെയിലിനിടും. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോസുകളെല്ലാം നല്ല റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പ്ലാന്റ്സിൻ്റെ വീഡിയോസിൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ്. പ്ലാന്റ്സ് കേടായാൽ അടുത്ത പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് ഞാൻ വെച്ച് തരും. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. ഫ്രീ പ്ലാന്റ്സുകളും നിറയെ വയ്ക്കുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. എത്ര തൈ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡ്രസീന പ്ലാന്റ്സും ഈ അഗ്ലോണിമയുടെ കുറച്ചേറെ വെറൈറ്റീസും എല്ലാം. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കുറച്ചേറെ പ്ലാന്റ്സുകൾ ഇനിയും നമുക്ക് സെയിലിനായിട്ട് ഡാലിയയുടെ എല്ലാം ഞാൻ കുറേ തൈയാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. ഈ മണി പ്ലാന്റ് കുറച്ചേറെ വളർന്നിങ്ങനെ ഒരു ചെടിയുടെ ഇടയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. കാരണം ഒരു തൈ അവിടെ ഇടയിൽ കൊണ്ടുവച്ചതാണ്. ഒരുപാടങ്ങ് വളർന്നിങ്ങനെ അങ്ങനെ കുറേ തൈകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽപ്പുണ്ട്. നല്ല വലിയ ലീഫ് വരുന്ന ഒരു മണി പ്ലാന്റ് വെറൈറ്റീസാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് വളർന്ന് ഇങ്ങനെ വരുന്ന ഒരു മണി പ്ലാന്റ് ആണ്. പോത്തോസിൻ്റെ വെറൈറ്റീസ്. ഇത് നമുക്ക് ഒരു 10 ചട്ടിയോളം ഉണ്ട് ഇവിടെ അവൈലബിളായിട്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. നിങ്ങളൊന്നും DTDC ചാർജ് ആവുന്നെന്ന് വിഷമിക്കേണ്ട. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രീ പ്ലാന്റ്സ് ഞാൻ DTDC ചാർജിന് നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഫിലോഡെൻഡ്രോൺ നല്ല ഭംഗിയിൽ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ലൊരു ഗ്രേ കളറും അതുപോലെ തന്നെ ഒരു ഡോട്ട് പോലെ നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയ ചട്ടിയിൽ വെച്ചാൽ ഇതുപോലെ 3-4 തൈ വന്നിട്ട് ഇങ്ങനെ ഫ്ലവർ വരും. നല്ല തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ് 40 രൂപയ്ക്ക്. അതുപോലെ ചട്ടി നിറഞ്ഞ് നിൽക്കും, നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടില്ലേ. അതുപോലെ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.